രാവിലെ കൃത്യം 9 മണിക്ക് നഗരത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായ ആര്യൻ ടെക് എന്ന സ്ഥാപനത്തിന്റെ കൂറ്റൻ ഗേറ്റിനു മുന്നിൽ ഒരു പെൺകുട്ടി വന്നു നിന്നു. അവളുടെ പേര് നിഷ എന്നാണ്. ആ വലിയ കെട്ടിടത്തിന്റെ തിളക്കവും അവിടുത്തെ തിരക്കും അവളെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. അവളുടെ കയ്യിൽ ഒരു പഴയ പ്ലാസ്റ്റിക് ഫയൽ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ അവൾ ഏറെ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നാൽ അവളുടെ രൂപം ആ വലിയ കമ്പനിയുടെ അന്തരീക്ഷത്തിന് ഒട്ടും ചേർന്നതായിരുന്നില്ല. വളരെ ലളിതമായ നിറം മങ്ങിയ ഒരു സാധാരണ ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അവളുടെ തലമുടി പോലും ശരിയായി ഒതുക്കി വെച്ചിരുന്നില്ല. പല രാത്രികളിൽ ശരിയായി ഉറങ്ങാത്തതിന്റെ ക്ഷീണം അവളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. എല്ലാത്തിനുമുപരി അവളുടെ കാലുകളിൽ ഉണ്ടായിരുന്നത് പലതവണ പൊട്ടി തുന്നിച്ചേർത്ത ഒരു പഴയ ചെരുപ്പായിരുന്നു. അവൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചതും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അവളെ കൈകാട്ടി തടഞ്ഞു. അവളുടെ പൊട്ടിയ ചെരുപ്പുകളിലേക്ക് വളരെ പരിഹാസത്തോടെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, "എടോ, താൻ ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണോ അതോ വല്ല സഹായവും ചോദിച്ച് വന്നതാണോ?" ഗാർഡിന്റെ ഈ ചോദ്യം കേട്ട് അവിടെ ഇന്റർവ്യൂവിനായി കാത്തുനിന്ന മറ്റു ചില ആൺകുട്ടികൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ പറഞ്ഞു, "നോക്കിക്കേ, ഇപ്പോൾ ഈ കമ്പനിയിൽ ഭിക്ഷാടനം നടത്തുന്നവർക്ക് വരെ ഇന്റർവ്യൂ ഉണ്ടെന്ന് തോന്നുന്നു." ഈ വാക്കുകൾ നിഷയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവൾക്ക് വലിയ സങ്കടം വന്നു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തന്റെ തല താഴ്ത്തിപ്പിടിച്ച് നടന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തനിക്ക് 9 മണിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അവൾ വളരെ പതുക്കെയുള്ള ശബ്ദത്തിൽ ഗാർഡിനോട് പറഞ്ഞു. തന്റെ ബാഗിൽ നിന്നും ഇന്റർവ്യൂ കോൾ ലെറ്റർ എടുത്ത് അവൾ അയാളെ കാണിച്ചു. കോൾ ലെറ്റർ കണ്ടപ്പോൾ ഗാർഡിന് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. അയാൾ അല്പം ഗൗരവത്തിൽ പറഞ്ഞു, "ശരി, അകത്തേക്ക് പോയിക്കോളൂ." നിഷ പതുക്കെ കമ്പനിയുടെ ഉള്ളിലേക്ക് നടന്നു. തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഇതെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് രോഗിയായ അമ്മയും ചെറിയ അനിയനും മാത്രമായിരുന്നു. അവർക്ക് വേണ്ടിയായിരുന്നു അവൾ ഈ അപമാനങ്ങളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. നിഷ കമ്പനിയുടെ വലിയ ഗ്ലാസ് വാതിലുകൾ തള്ളി അകത്തേക്ക് പ്രവേശിച്ചു. അവിടുത്തെ എയർ കണ്ടീഷണറിന്റെ തണുപ്പും ആധുനികമായ സജ്ജീകരണങ്ങളും അവളെ വീണ്ടും ഭയപ്പെടുത്തി. വലിയ സോഫകളും തിളങ്ങുന്ന തറയുമുള്ള ആ റിസപ്ഷൻ ഏരിയയിൽ അവൾ പതുക്കെ ചെന്നു നിന്നു. അവിടെ ഇരുന്നിരുന്ന റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി നിഷയെ കണ്ടതും അവളുടെ മുഖത്ത് ഒരിഷ്ടക്കുറവ് പ്രകടമായി. നിഷയെ പോലൊരു പെൺകുട്ടി ഇത്തരമൊരു ആഡംബര കമ്പനിയിൽ വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. ചുറ്റുമുള്ള ജീവനക്കാർ പരസ്പരം നോക്കി മന്ത്രിക്കാൻ തുടങ്ങി. ഇവൾ ശരിക്കും ഇന്റർവ്യൂവിന് വന്നതാണോ? അവളുടെ ചെരുപ്പ് കണ്ടില്ലേ? വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു. നിഷ ഈ പരിഹാസങ്ങളെല്ലാം കേട്ടെങ്കിലും ഒന്നും കേൾക്കാത്തതുപോലെ അവിടെ ഇരുന്നു. അവൾ പതുക്കെ റിസപ്ഷനിസ്റ്റിന്റെ അരികിലേക്ക് ചെന്ന്, "മാഡം, എന്റെ ഇന്റർവ്യൂ ഉണ്ട്" എന്ന് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വളരെ അലസമായി ചോദിച്ചു, "മുൻപരിചയം ഉണ്ടോ?" നിഷ പറഞ്ഞു, "ഇല്ല മാഡം, ഞാനൊരു ഫ്രഷറാണ്." "ആരുടെയെങ്കിലും റെഫറൻസ് ഉണ്ടോ?" നിഷ പറഞ്ഞു, "ഇല്ല." ഇത് കേട്ടപ്പോൾ റിസപ്ഷനിസ്റ്റ് ആദ്യമായി തല ഉയർത്തി നിഷയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു പുച്ഛം കലർന്ന ചിരിയുണ്ടായിരുന്നു. അവർ പറഞ്ഞു, "അവിടെ കോണിലുള്ള കസേരയിൽ പോയി ഇരിക്കൂ, പേര് വിളിക്കുമ്പോൾ വരാം." നിഷ പതുക്കെ നടന്ന് അവിടെയുള്ള ഒരു മൂലയിലെ കസേരയിൽ പോയി ഇരുന്നു. തന്റെ പൊട്ടിയ ചെരുപ്പ് മറ്റുള്ളവർ കാണാതിരിക്കാൻ അവൾ അത് കസേരയുടെ അടിയിലേക്ക് ഒതുക്കി വെക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ നേരിടാൻ അവൾ മാനസികമായി തയ്യാറെടുക്കുകയായിരുന്നു. അവൾ ഇരുന്നിരുന്ന ആ ചെറിയ കോണിൽ നിന്നും ചുറ്റുമുള്ള ആഡംബര ലോകത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു അപകർഷതാബോധം ഉടലെടുത്തു. എങ്കിലും തന്റെ തളർന്നു കിടക്കുന്ന അമ്മയുടെ മുഖവും വിശന്നു കരയുന്ന അനിയന്റെ അവസ്ഥയും ഓർക്കുമ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി നേടിയെടുക്കണമെന്ന ആഗ്രഹം ശക്തമായി. തന്റെ ഫയലിൽ സൂക്ഷിച്ചിരുന്ന ഓരോ സർട്ടിഫിക്കറ്റും അവൾ വിരലുകൾ കൊണ്ട് പതുക്കെ തലോടി. അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. എന്നാ പേപ്പറുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. മാർക്കുകളുടെ കാര്യത്തിൽ അവൾ മുന്നിലായിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് വസ്ത്രധാരണത്തിനും പുറം മോടിക്കുമാണ് മുൻഗണന എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സ് തളരാതെ തന്റെ ഊഴത്തിനായി അവൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. റിസപ്ഷനിലെ ആ മൂലയിലെ കസേരയിൽ ഇരിക്കുമ്പോൾ നിഷക്ക് ചുറ്റുമുള്ള ലോകം തികച്ചും അപരിചിതമായി തോന്നി. ആ വലിയ ഹാള് നിറയെ ഇന്റർവ്യൂവിനായി എത്തിയ മറ്റാളുകളായിരുന്നു.
അവരെല്ലാവരും നഗരത്തിലെ വലിയ കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങിയവരും ഉയർന്ന സാമ്പത്തിക പശ്ചാത്തലവുമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു. പുരുഷന്മാർ വില കൂടിയ കോട്ടുകളും ബ്രാൻഡഡ് ഷർട്ടുകളും ധരിച്ച് തിളങ്ങിയപ്പോൾ സ്ത്രീകൾ അത്യാധുനികമായ ഫാഷൻ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും തിളങ്ങി നിന്നു. അവരിൽ പലരുടെയും കയ്യിൽ ഏറ്റവും പുതിയ മോഡൽ ഐഫോണുകൾ ഉണ്ടായിരുന്നു. അവർ പരസ്പരം വലിയ ആത്മവിശ്വാസത്തോടെയും ഉച്ചത്തിലും ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ വിദേശ യാത്രകളെക്കുറിച്ചും വലിയ കമ്പനികളിൽ ലഭിച്ച ഓഫറുകളെക്കുറിച്ചും അവർ വാചാലരായി. ഈ ആഡംബരങ്ങളുടെ നടുവിൽ നിഷ മാത്രം തന്റെ ദാരിദ്ര്യത്തിന്റെ ഭാരവും പേറി ആ കോണിലെ കസേരയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. മറ്റുള്ളവരുടെ കണ്ണുകൾ തന്റെ നേരെ തിരിയുമ്പോഴെല്ലാം അവൾ കൂടുതൽ അസ്വസ്ഥയായി. തന്റെ പഴയ ഫയൽ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ ഉള്ളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ജോലി അവൾക്ക് എത്രത്തോളം ജീവൻ മരണ പോരാട്ടമാണെന്ന് അവിടെയുള്ള ആർക്കും അറിയാമായിരുന്നില്ല. പെട്ടെന്ന് വളരെ വില കൂടിയ സ്യൂട്ട് ധരിച്ച സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ ഒരു യുവാവ് നിഷയുടെ അരികിലുള്ള കസേരയിലേക്ക് വന്നിരുന്നു. അവൻ അവളുടെ വസ്ത്രങ്ങളിലേക്കും പ്രത്യേകിച്ച് കസേരയുടെ അടിയിലേക്കും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ പൊട്ടിയ ചെരുപ്പുകളിലേക്കും വളരെ പരിഹാസത്തോടെ നോക്കി. എന്നിട്ട് തികച്ചും പുച്ഛം നിറഞ്ഞ ഒരു ചിരിയോടെ അവൻ ചോദിച്ചു, ഹേയ്, താൻ ശരിക്കും ഇവിടെ ജോലി കിട്ടുമെന്ന് കരുതി തന്നെയാണോ വന്നിരിക്കുന്നത്? ആ ചോദ്യം കേട്ട് നിഷ ഒരു നിമിഷം ഞെട്ടി. അവൾ തന്റെ ശബ്ദം പരമാവധി ഒതുക്കി വളരെ പതുക്കെ മറുപടി നൽകി, അതെ. അവൻ വീണ്ടും ചോദിച്ചു, എന്താണ് തന്റെ ക്വാളിഫിക്കേഷൻ? എവിടെയാണ് പഠിച്ചത്? നിഷ പറഞ്ഞു, ബികോം, ഒരു സാധാരണ ഗവൺമെന്റ് കോളേജിലാണ്. ഇത് കേട്ടതും ആ ചെറുപ്പക്കാരൻ ഒട്ടും മര്യാദയില്ലാതെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവന്റെ ചിരി കേട്ട് ചുറ്റുമിരുന്ന മറ്റു ആളുകൾ അവരുടെ ശ്രദ്ധ നിഷയുടെ നേരെ തിരിച്ചു. അവൻ വളരെ ഉച്ചത്തിൽ പറഞ്ഞു, ബികോമോ? എടോ, ഇവിടെ വലിയ വലിയ പ്രമുഖ ബിസിനസ് സ്കൂളുകളിൽ നിന്നും MBA ബിരുദം നേടിയവർ വരെ ജോലി കിട്ടാതെ റിജക്റ്റ് ആയി പോകാറുണ്ട്. അവിടെയാണ് താൻ ഈ വെറും ബികോമും ഈ കോലവും വെച്ച് വന്നിരിക്കുന്നത്. എന്തായാലും തന്റെ ആത്മവിശ്വാസം സമ്മതിക്കണം. ഞാൻ നിന്റെ സ്ഥാനത്ത് ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ധൈര്യപ്പെടില്ലായിരുന്നു. പിന്നെയാണോ ഇത്രയും വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വരുന്നത്? അവൻ ഇത്ര പറഞ്ഞിട്ട് തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നടന്നുപോയി. എന്നിട്ട് നിഷ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവളെ ഒരു വിനോദ വസ്തുവെന്നോണം കാണിച്ചു കൊടുത്ത് വീണ്ടും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആ പരിഹാസച്ചിരികൾ നിഷയുടെ കാതുകളിൽ ആണി പോലെ തറച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അപമാനഭാരത്താൽ അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി. ആ നിമിഷം അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്ക് നീളുന്നതായി അവൾക്ക് തോന്നി. അവിടെ നിന്നും എഴുന്നേറ്റ് ആ കെട്ടിടത്തിന് പുറത്തേക്ക് ഓടിപ്പോകാൻ അവളുടെ മനസ്സ് തുടിച്ചു. എന്നാൽ ആ കടുത്ത മാനസിക പ്രതിസന്ധിയിലും അവൾക്ക് അവളുടെ അമ്മ മുമ്പ് പറഞ്ഞ ഒരു സ്വർണ്ണ വാചകം ഓർമ്മ വന്നു. മോളെ, ദരിദ്രരായി ജനിക്കുന്നതോ ജീവിക്കുന്നതോ ഒരിക്കലും ഒരു നാണക്കേടല്ല. എന്നാൽ നമുക്ക് മുന്നിലുള്ള ഒരു പോരാട്ടത്തിന് മുമ്പ് തന്നെ ഭയപ്പെട്ട് തോൽവി സമ്മതിച്ച് പിന്മാറുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാണക്കേട്. അമ്മയുടെ ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവളുടെ മനസ്സിൽ ധൈര്യം നിറച്ചു. അവൾ തന്റെ കണ്ണീർ തുടച്ചു. ശ്വാസം അടക്കിപ്പിടിച്ച് ആ കസേരയിൽ തന്നെ ഉറച്ചിരുന്നു. കൃത്യം ആ സമയത്താണ് അവളുടെ കയ്യിലിരുന്ന പഴയ സ്ക്രീൻ പൊട്ടിയ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അതിൽ അമ്മ എന്ന് എഴുതിയിരിക്കുന്നത് അവൾ കണ്ടു. വെയിറ്റിംഗ് ഏരിയയിലെ ആളുകൾ തന്റെ ഫോണിന്റെ അവസ്ഥയും കണ്ട് കളിയാക്കാതിരിക്കാൻ അവൾ വേഗത്തിൽ എഴുന്നേറ്റ് അവിടുത്തെ വലിയ ഗ്ലാസ് വാതിലിലൂടെ പുറത്തുള്ള ഒരു കോറിഡോറിലേക്ക് നടന്നു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. ഹലോ അമ്മേ. അപ്പുറത്തു നിന്നും വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ അമ്മ ചോദിച്ചു, മോളെ നിഷ, ഇന്റർവ്യൂ തുടങ്ങിയോ മോളെ? അവർ നിന്നെ വിളിച്ചോ? നിഷ തന്റെ സങ്കടം പുറത്തറിയാതിരിക്കാൻ ശബ്ദം സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ചു പറഞ്ഞു, ഇല്ല അമ്മേ, ഇതുവരെ വിളിച്ചില്ല. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം കൂടി എടുക്കും. അമ്മ വിഷമിക്കാതെ കിടക്കൂ. അമ്മ വീണ്ടും ചോദിച്ചു, മോളെ, നീ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ വല്ലതും കഴിച്ചിരുന്നോ? ഈ ചോദ്യം കേട്ടപ്പോൾ നിഷയുടെ തൊണ്ടയിടറി. യഥാർത്ഥത്തിൽ അവൾ രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. വീട്ടിലാകെ ഉണ്ടായിരുന്നത് 2 ചെറിയ ചപ്പാത്തികൾ മാത്രമായിരുന്നു. അതവൾ രോഗിയായ അമ്മക്കും സ്കൂളിൽ പോകേണ്ട ചെറിയ അനിയനും നൽകിയിട്ടാണ് താൻ കഴിച്ചെന്ന് കള്ളം പറഞ്ഞ് ഒന്നും കഴിക്കാതെ ഇന്റർവ്യൂവിന് ഇറങ്ങിയത്. അവളുടെ വയറ് വിശപ്പ് കൊണ്ട് കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയോട് അവൾ വീണ്ടും കള്ളം പറഞ്ഞു, ആ അമ്മേ, ഞാൻ രാവിലെ നന്നായി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ റിസപ്ഷനിൽ നിന്നും എനിക്ക് കുടിക്കാൻ ചായയും ബിസ്ക്കറ്റും തന്നു. അമ്മ എന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അമ്മ അപ്പുറത്തു നിന്നും പതുക്കെ പറഞ്ഞു, ശരി മോളെ, നീ ഒട്ടും പേടിക്കരുത്, ധൈര്യമായിരിക്കണം. ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾ കാണുന്നുണ്ട്, എല്ലാം നന്നായി വരും. അമ്മയുടെ ആ സ്നേഹവും കരുതലും നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നിഷയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകി. അമ്മ അതറിയാതിരിക്കാൻ അവൾ വേഗത്തിൽ, ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവൾ തന്റെ ഷോൾ തുമ്പ് കൊണ്ട് കണ്ണുകൾ വേഗത്തിൽ തുടച്ചു മാറ്റി. മുഖത്ത് ഒരൽപ്പം ധൈര്യവും ആത്മവിശ്വാസവും വരുത്തി അവൾ വീണ്ടും വെയിറ്റിംഗ് ഏരിയയിലെ
തന്റെ കസേരയിലേക്ക് നടന്നു ചെന്നിരുന്നു. അവൾ ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് റിസപ്ഷനിസ്റ്റ് മൈക്കിലൂടെ ഉച്ചത്തിൽ വിളിച്ചു, അടുത്തത് നിഷ ശർമ്മ, ഇന്റർവ്യൂ റൂമിലേക്ക് വരിക. ആ പേര് കേട്ടതും നിഷയുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അവൾ പതുക്കെ എഴുന്നേറ്റ് ഇന്റർവ്യൂ മുറി ലക്ഷ്യമാക്കി നടന്നു. നിഷ ഇന്റർവ്യൂ മുറിയുടെ വലിയ വാതിലിന് മുന്നിലെത്തി. അകത്തേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് അവൾ തന്റെ പൊട്ടിയ ചെരുപ്പിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. അത് പതുക്കെ കാലുകൊണ്ട് ശരിയാക്കാൻ ശ്രമിച്ചു. പിന്നീട് അവൾ വിറക്കുന്ന കൈകളോടെ വാതിലിൽ പതുക്കെ മുട്ടി. അകത്ത് ഒരു വലിയ മേശയ്ക്ക് ചുറ്റും 3 ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നടുവിൽ ഇരുന്നിരുന്ന ആ കമ്പനിയുടെ HR ഹെഡായ വിക്രം മെഹ്റ ആയിരുന്നു. വളരെ ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. നിഷ അകത്തേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ വിക്രമിന്റെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് അവളുടെ പൊട്ടിയ ചെരുപ്പുകളിലാണ്. അയാൾ കൂടെയിരുന്ന മറ്റ് 2 ഇന്റർവ്യൂമാരെ നോക്കി വളരെ പരിഹാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അയാൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഇരിക്കൂ. നിഷ പതുക്കെ കസേരയിൽ ഇരുന്നു. വിക്രം അവളുടെ CV കയ്യിലെടുത്ത് പേജുകൾ മറിച്ചു നോക്കി. എന്നിട്ട് വളരെ നിസ്സാരമായി പറഞ്ഞു, സോ മിസ് നിഷ, നിങ്ങളുടെ കയ്യിൽ യാതൊരുവിധ മുൻപരിചയവുമില്ല, ആരുടെയും റെഫറൻസുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രസന്റേഷനും ലുക്കും വളരെ വളരെ മോശമാണ്. ഇത് കേട്ട് ആ മുറിയിലുണ്ടായിരുന്ന രണ്ടാമത്തെ ഇന്റർവ്യൂവറും പതുക്കെ ചിരിച്ചു. നിഷ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ പറഞ്ഞു, സർ, എനിക്ക് ജോലി പഠിക്കാനുള്ള ഒരു അവസരം തരണം. ഞാൻ എത്ര വേണമെങ്കിലും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ്. വിക്രം പറഞ്ഞു. ഇവിടെ വരുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയാറുള്ളത്. പെട്ടെന്ന് വിക്രം അവളോട് ചോദിച്ചു, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ? നിഷ തല താഴ്ത്തി പറഞ്ഞു, സർ, കുറച്ചൊക്കെ അറിയാം. അപ്പോൾ രണ്ടാമത്തെ ഇന്റർവ്യൂവർ ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, കുറച്ചൊക്കെ അറിഞ്ഞതുകൊണ്ട് ഇവിടെ കാര്യമില്ല. നീ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിരുന്നോ? ഈ ചോദ്യം നിഷയെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. അവളുടെ തൊണ്ട വരണ്ടുപോയി. എങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു, സർ, എന്റെ കയ്യിൽ വലിയ വില കൂടിയ വസ്ത്രങ്ങളില്ലെന്ന് സത്യമാണ്. പക്ഷേ ജോലി ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹവും കഴിവും എന്റെ മനസ്സിലുണ്ട്. വിക്രം വളരെ അഹങ്കാരത്തോടെ പറഞ്ഞു, ഈ കമ്പനിക്ക് നിന്റെ ആഗ്രഹമല്ല വേണ്ടത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തണം. ആ വാക്കുകൾ കേട്ടപ്പോൾ നിഷക്ക് ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. വിക്രം അവളുടെ CV വളരെ ദേഷ്യത്തോടെ അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, സോറി, യു ആർ റിജക്റ്റഡ്. നിഷയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. അവൾ ചോദിച്ചു, സർ, നിങ്ങൾ എന്നോട് ജോലി സമ്പന്നമായ ഒരു ചോദ്യം പോലും ചോദിച്ചില്ലല്ലോ. അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് എന്നെ റിജക്റ്റ് ചെയ്യുന്നത്? വിക്രമിന് ദേഷ്യം വന്നു. നോക്കൂ, എല്ലാ കമ്പനിക്കും ഒരു ലെവലുണ്ട്. ഞങ്ങളുടെ ക്ലയന്റുകളുടെ മുന്നിൽ വരുമ്പോൾ അപ്പിയറൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തവണ നിഷ വിക്രമിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി വളരെ ശക്തമായി പറഞ്ഞു, സർ, വസ്ത്രം നോക്കിയാണ് ഒരാളുടെ ടാലന്റ് നിശ്ചയിക്കുന്നതെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ലല്ലോ. അവളുടെ ആ മറുപടി കേട്ടതും ആ മുറിയിലൊക്കെ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. അവർ 3 പേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നാൽ വിക്രം വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തരം മോട്ടിവേഷണൽ ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ജോലി കിട്ടില്ല മിസ് നിഷ. നിഷ പതുക്കെ എഴുന്നേറ്റു. തന്റെ CV കയ്യിലെടുത്ത് ഒന്നും പറയാതെ വാതിലിലേക്ക് നടന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവിടെ ഇരുന്ന മൂന്നാമത്തെ ഇന്റർവ്യൂവറായ രാജീവിന്റെ ശ്രദ്ധ അവളുടെ ഫയലിലേക്ക് പതിഞ്ഞു. അവളുടെ പഴയ കീറിയ പ്ലാസ്റ്റിക് ഫയലിന്റെ ഉള്ളിൽ നിന്നും ഒരു പഴയ ഫോട്ടോയുടെ പകുതി ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ആകസ്മികമായി ആ ഫോട്ടോയിലേക്ക് നോക്കിയ രാജീവിന്റെ കണ്ണുകൾ പെട്ടെന്ന് വികസിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം പാടെ മാറിപ്പോയി. ഹൃദയത്തിൽ വലിയൊരു ആഘാതം ഏറ്റതുപോലെ അദ്ദേഹം പെട്ടെന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റ് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഒരു മിനിറ്റ്, അവിടെ നിൽക്കൂ. രാജീവന്റെ ഈ പെട്ടെന്നുമുള്ളതും ഭയപ്പാട് നിറഞ്ഞതുമായ ശബ്ദം കേട്ട് വിക്രമും രണ്ടാമത്തെ ഇന്റർവ്യൂവറും ഒരേപോലെ നെട്ടിപ്പോയി. അവർ 2 പേരും രാജീവനെ നോക്കി. വാതിൽക്കൽ എത്തിയ നിഷയും ആ ശബ്ദം കേട്ട് പതുക്കെ നിന്നു. അവൾ തിരിഞ്ഞു നോക്കി. രാജീവ് വളരെ വിറക്കുന്ന ശബ്ദത്തോടെ ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, ഈ പഴയ ഫോട്ടോ നിന്റെ കയ്യിൽ എവിടെ നിന്നാണ് വന്നത്? അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വലിയൊരു പരിഭ്രാന്തിയും അതിലേറെ ആകാംക്ഷയും ഉണ്ടായിരുന്നു. നിഷക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അവൾ പതുക്കെ തന്റെ ഫയൽ തുറന്ന് ആ ഫോട്ടോ പൂർണ്ണമായും പുറത്തെടുത്തു. അത് വർഷങ്ങൾ പഴക്കമുള്ള നിറം മങ്ങിയ ഒരു പഴയ ഫോട്ടോയായിരുന്നു. അതിൽ ഒരു ചെറിയ പെൺകുട്ടിയും ഒരു സ്ത്രീയും ഒരു പുരുഷനും കൈകൾ കോർത്തു പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നിഷ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് വളരെ പതുക്കെ ആദരവോടെ പറഞ്ഞു, സർ, ഇതെന്റെ പപ്പയാണ്. ഈ മറുപടി കേട്ടതും രാജീവന്റെ മുഖത്തെ ചോര വറ്റിപ്പോയതുപോലെ തോന്നി. അദ്ദേഹത്തിന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. അദ്ദേഹം വളരെ വേഗത്തിൽ മേശയ്ക്ക് ചുറ്റും നടന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു. കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ആ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരൂ. നിഷ ആ ഫോട്ടോ ഭയത്തോടെയും അത്ഭുതത്തോടെയും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു.
രാജീവ് ആ ഫോട്ടോയിലേക്ക് വളരെ സൂക്ഷ്മമായി കണ്ണെടുക്കാതെ നോക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു അസ്വസ്ഥതയും പഴയ ഓർമ്മകളും ഇടിച്ചു കയറുന്നത് മുഖത്ത് വ്യക്തമായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരുന്ന വിക്രം മെഹ്റ വളരെ ലഘുവായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് രാജീവ് സാർ കാര്യം? നിങ്ങൾക്ക് ഈ പാവം കുട്ടിയെ മുമ്പ് എവിടെയെങ്കിലും വെച്ച് അറിയാമോ? അതോ ഇവൾ വല്ല വ്യാജ ഫോട്ടോയും കാട്ടി നിങ്ങളെ പറ്റിക്കുകയാണോ? എന്നാൽ രാജീവ് വിക്രമിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും തയ്യാറായില്ല. അദ്ദേഹം ഫോട്ടോയിൽ നിന്നും കണ്ണെടുക്കാതെ വളരെ ഗൗരവത്തിൽ നിഷയോട് ചോദിച്ചു, നിന്റെ പപ്പയുടെ പേരെന്താണ്? നിഷ തന്റെ തൊണ്ടയിടറി പതുക്കെ പറഞ്ഞു, രാഘവ് ശർമ്മ. ആ പേര് കേട്ട നിമിഷം രാജീവ് പൂർണ്ണമായും നിശബ്ദനായി പോയി. അദ്ദേഹത്തിന് പിന്നീട് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ആ വലിയ ഇന്റർവ്യൂ മുറിയിൽ കുറച്ച് സെക്കൻഡുകൾ നിശബ്ദത തളം കെട്ടിനിന്നു. വിക്രമിനിപ്പോൾ സാഹചര്യം അല്പം മാറി മറിയുകയാണെന്ന് മനസ്സിലായി. അയാൾ ചോദിച്ചു, സർ എല്ലാം ഓക്കെ അല്ലേ? രാജീവ് പതുക്കെ നടന്ന് തന്റെ കസേരയിൽ ഇരുന്നു. എന്നിട്ട് നിഷയോട് വളരെ ശാന്തമായി പറഞ്ഞു, മോളെ, നീ പുറത്ത് വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഇരിക്കൂ. ഞാൻ വിളിക്കാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. നിഷയ്ക്ക് വലിയ അത്ഭുതം തോന്നി. എങ്കിലും അവൾ പതുക്കെ മുറിക്ക് പുറത്തേക്ക് നടന്നു. ഇന്റർവ്യൂ മുറിയുടെ വലിയ തേക്ക് വാതിൽ അടഞ്ഞ ഉടൻ തന്നെ വിക്രം മെഹ്റ വളരെ ആകാംക്ഷയോടെ രാജീവന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ ചോദിച്ചു, സർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ സാധാരണ പെൺകുട്ടിയുടെ പഴയ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും അസ്വസ്ഥനായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രാജീവ് ഒരു വലിയ ദീർഘശ്വാസം എടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ മേശപ്പുറത്തേക്ക് വീണു. അദ്ദേഹം വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി വളരെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, വിക്രം, ഇന്ന് വലിയ പണക്കാരനായി ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലിരുന്ന് സംസാരിക്കുന്ന ഈ രാജീവ് ശരിക്കും 18 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിട പറയേണ്ടതായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ പെൺകുട്ടിയുടെ പപ്പയാണ്. ഈ വാക്കുകൾ കേട്ട് വിക്രമും മറ്റേയാളും ഒരേപോലെ നെട്ടിപ്പോയി. രാജീവ് തന്റെ ഭൂതകാലത്തിലെ ആ കറുത്ത ഓർമ്മകൾ പങ്കുവെക്കാൻ തുടങ്ങി. ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ നഗരത്തിലെ ഒരു വലിയ റോഡ് അപകടത്തിൽപ്പെട്ടു. എന്റെ കാർ പൂർണ്ണമായും തകർന്നു. ശരീരത്തിൽ നിന്നും ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മരണത്തോട് മല്ലിട്ടുകൊണ്ട് റോഡിൽ കിടന്നു. വഴിപോക്കരായ നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ അവരൊന്നും എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ മുന്നോട്ട് വന്നില്ല. ചിലർ അവരുടെ മൊബൈൽ ഫോണുകളിൽ എന്റെ മരണവേദന വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. മനുഷ്യത്വം പൂർണ്ണമായും മരവിച്ച ഒരവസ്ഥയായിരുന്നു അത്. അദ്ദേഹം കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു, ഞാൻ എന്റെ അവസാന ശ്വാസത്തിനായി കാത്തു കിടക്കുമ്പോഴാണ് അവിടേക്ക് ഒരു മനുഷ്യൻ ഓടിക്കടന്നു വന്നത്. വളരെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സാധാരണ മനുഷ്യൻ. അയാളുടെ വസ്ത്രങ്ങൾ ദരിദ്രമായിരുന്നുവെങ്കിലും അയാളുടെ ഹൃദയം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്റേതായിരുന്നു. അയാൾ മറ്റൊന്നും നോക്കാതെ എന്നെ തന്റെ കൈകളിൽ വാരിയെടുത്ത് ഓടി ഒരു ആശുപത്രിയിൽ എത്തിച്ചു. എനിക്ക് അടിയന്തരമായി അപൂർവ ഇനം രക്തം ആവശ്യമായി വന്നപ്പോൾ ഡോക്ടർമാർ ചോദിച്ച പാടെ അയാൾ തന്റെ സ്വന്തം രക്തം എനിക്ക് നൽകി എന്റെ ജീവൻ രക്ഷിച്ചു. അത്രയും വലിയൊരു സഹായം ചെയ്തിട്ടും അയാൾ ഒരു പ്രതിഫലവും വാങ്ങാതെ പതുക്കെ അവിടെ നിന്നും നടന്നുപോയി. അയാൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. ആ മനുഷ്യനാണ് രാഘവ് ശർമ്മ. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളോട് കെഞ്ചിയ ആ പാവം പെൺകുട്ടിയുടെ പപ്പ. രാജീവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വിക്രമിന്റെ മുഖത്തെ ഭാവം പാടെ മാറി. അയാൾക്ക് വലിയൊരു ആഘാതം ഏറ്റതുപോലെ തോന്നി. രാജീവ് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അന്ന് ആ മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ഈ കമ്പനിയും ഈ പദവിയും ഒന്നും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. വിക്രം, നീ എപ്പോഴും പറയുന്ന ആ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു ആ പാവം മനുഷ്യന്റെ മനസ്സ്. വിക്രമിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് താൻ നിഷയോട് പറഞ്ഞ ക്രൂരമായ വാക്കുകൾ ഓർമ്മ വന്നു. ഈ കമ്പനിക്ക് നിന്റെ ആഗ്രഹമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തണം. അയാൾക്ക് വലിയൊരു കുറ്റബോധം തോന്നി തുടങ്ങി. രാജീവ് വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്ക് വിക്രം, എന്റെ ജീവൻ രക്ഷിച്ച ആ വലിയ മനുഷ്യന്റെ മകളെയാണ് ഇന്ന് നമ്മൾ അവളുടെ കീറിയ ചെരുപ്പിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ അപമാനിച്ച് ഇവിടെ നിന്നും ഇറക്കിവിട്ടത്. നമുക്ക് എത്ര വലിയ തെറ്റാണ് പറ്റിയതെന്ന് മനസ്സിലാകുന്നുണ്ടോ? വിക്രം ഒന്നും മിണ്ടാൻ കഴിയാതെ ലജ്ജയോടെ തന്റെ തല താഴ്ത്തിപ്പിടിച്ചു നിന്നു. പുറത്ത് വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന നിഷയുടെ മനസ്സിൽ വലിയൊരു ആശങ്കയായിരുന്നു. അവൾ വീണ്ടും വീണ്ടും അവിടുത്തെ വലിയ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സമയം കടന്നു പോകുന്നത് അവളെ കൂടുതൽ ഭയപ്പെടുത്തി. അവിടെയുണ്ടായിരുന്ന മറ്റാളുകൾ ഇപ്പോഴും അവളെ വളരെ വിചിത്രമായ രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു പെൺകുട്ടി തന്റെ സുഹൃത്തിനോട് പതുക്കെ പറയുന്നത് നിഷ കേട്ടു. അകത്ത് ഇവളെന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത്രയും സമയം ഇരുത്തിയിരിക്കുന്നത്. മറ്റവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പക്ഷേ അവരോട് തന്റെ ദാരിദ്ര്യം പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുകയായിരിക്കും. എന്നാൽ ഇത്തവണ നിഷക്ക് ആ പരിഹാസങ്ങൾ കേട്ടിട്ട് ഒട്ടും വിഷയം തോന്നിയില്ല. കാരണം അവളുടെ മനസ്സിൽ അതിനേക്കാൾ വലിയ മറ്റു ചില ചിന്തകളായിരുന്നു. ഇന്നീ ജോലി ലഭിച്ചെങ്കിൽ തന്റെ
തന്റെ രോഗിയായ അമ്മക്ക് എങ്ങനെ മരുന്നുകൾ വാങ്ങും? തന്റെ അനിയന്റെ സ്കൂൾ ഫീസ് എങ്ങനെ അടക്കും? വീടിന്റെ വാടക എങ്ങനെ നൽകും? അവൾ പതുക്കെ തന്റെ പഴയ ബാഗ് തുറന്നു നോക്കി. അതിനുള്ളിൽ ആകെ ഉണ്ടായിരുന്നത് 120 രൂപ മാത്രമായിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പെട്ടെന്ന് കമ്പനിയുടെ റിസപ്ഷനിസ്റ്റ് നിഷയുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് മുൻപുണ്ടായിരുന്ന ആ അഹങ്കാരവും പുച്ഛവും ഇപ്പോൾ ഇല്ലായിരുന്നു. വളരെ ബഹുമാനത്തോടെ അവൾ പറഞ്ഞു, മാഡം, സർ നിങ്ങളെ വീണ്ടും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. നിഷയ്ക്ക് അത്ഭുതമായി. എന്നെയാണോ? റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. അതെ മാഡം, നിങ്ങളെ തന്നെ. ഇത് കേട്ടതും വെയിറ്റിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന എല്ലാവരും വലിയ അത്ഭുതത്തോടെ നിഷയെ നോക്കാൻ തുടങ്ങി. കുറച്ചു മുൻപ് വരെ അവളെ കളിയാക്കിയവരുടെ മുഖത്തിപ്പോൾ വലിയൊരു ആകാംക്ഷയായിരുന്നു. നിഷ പതുക്കെ എഴുന്നേറ്റ് വീണ്ടും ഇന്റർവ്യൂ മുറിയിലേക്ക് നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് വളരെ കൂടുതലായിരുന്നു. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും അവിടുത്തെ അന്തരീക്ഷം പൂർണ്ണമായും മാറിയതായി അവൾക്ക് മനസ്സിലായി. ഇത്തവണ രാജീവ് സ്വന്തം കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അവളെ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, വരുമോളെ, വന്നിരിക്കൂ. ആ മോളെ എന്ന വിളി കേട്ടപ്പോൾ നിഷയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നി. വിക്രമും മറ്റു ജീവനക്കാരും വളരെ ശാന്തരായി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാജീവ് വളരെ പതുക്കെ അവളോട് ചോദിച്ചു, നിന്റെ പപ്പ ഇപ്പോൾ എവിടെയുണ്ട്? നിഷ തന്റെ തല താഴ്ത്തിക്കൊണ്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, സർ, 5 വർഷങ്ങൾക്ക് മുമ്പ് പപ്പ ഈ ലോകം വിട്ടുപോയി. ഈ മറുപടി കേട്ടപ്പോൾ രാജീവന്റെ മുഖത്ത് വലിയൊരു സങ്കടം നിഴലിച്ചു. എങ്ങനെയായിരുന്നു പപ്പ മരിച്ചത്? നിഷ തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ ഉണ്ടായ ഒരു വലിയ അപകടത്തിലായിരുന്നു മരണം. പപ്പയുടെ വേർപാടിനു ശേഷം അമ്മ എപ്പോഴും രോഗബാധിതയായി കിടപ്പിലാണ്. ഞാൻ പഠിക്കുന്നതിനോടൊപ്പം വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ചെറിയ ചില ജോലികൾ ചെയ്താണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജീവ് അവളുടെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് വിക്രം മെഹ്റ ഒന്നും മിണ്ടാനാകാതെ കുറ്റബോധത്തോടെ കസേരയിൽ ഇരിക്കുകയാണ്. നിഷ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വരുത്തി വീണ്ടും പറഞ്ഞു, സർ, പപ്പ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കേണ്ടത് അയാളുടെ വസ്ത്രങ്ങൾ നോക്കിയല്ല, മറിച്ച് അയാളുടെ നല്ല കർമ്മങ്ങൾ നോക്കിയാവണമെന്ന്. ഈ വാക്കുകൾ കേട്ടതും വിക്രം തന്റെ തല താഴേക്ക് വെച്ചു. കാരണം കുറച്ചു മുമ്പ് താൻ പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യമാണ് ആ പെൺകുട്ടി തന്റെ പപ്പയുടെ വാക്കുകളായി അവിടെ പറഞ്ഞത്. രാജീവ് ചോദിച്ചു, നിന്റെ പപ്പ അന്ന് നടന്ന ആ വലിയ അപകടത്തെക്കുറിച്ചോ എന്നെ രക്ഷിച്ചതിനെക്കുറിച്ചോ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിഷ പറഞ്ഞു, ഇല്ല സർ, പപ്പ താൻ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ ആരോടും പറയുന്ന കൂട്ടത്തിലായിരുന്നില്ല. രാജീവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്റെ പപ്പ ശരിക്കും ഒരു വലിയ മനുഷ്യനായിരുന്നു. പെട്ടെന്ന് വിക്രം ഇടയിൽ കയറി പറഞ്ഞു, സർ, നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവൾക്ക് ഈ കമ്പനിയിൽ ഒരു ട്രെയിനി ആയിട്ട് ജോലി നൽകാം. എന്നാൽ രാജീവ് വിക്രമിന്റെ വാക്കുകൾ പാതി വഴിയിൽ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വിക്രം, ഈ കമ്പനിയിൽ ഒരു ജോലി ലഭിക്കേണ്ടത് ആരുടെയെങ്കിലും റെഫറൻസോ കടപ്പാടോ നോക്കിയല്ല, മറിച്ച് അവരുടെ കഴിവ് നോക്കി മാത്രമായിരിക്കണം. എനിക്ക് രാഘവിനോടുള്ള കടപ്പാട് കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ മകൾക്ക് ജോലി വെറുതെ നൽകില്ല. അവളുടെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ അവൾക്ക് ഈ ജോലി ലഭിക്കൂ. എന്നിട്ട് അദ്ദേഹം നിഷയെ നോക്കി പറഞ്ഞു, മോളെ, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. നീ അതിന് കൃത്യമായ മറുപടി നൽകിയാൽ നിനക്ക് ഈ ജോലി ലഭിക്കും. നിഷ സന്തോഷത്തോടെ തലയാട്ടി. അങ്ങനെ ആദ്യമായി നിഷയുടെ യഥാർത്ഥ ഇന്റർവ്യൂ അവിടെ ആരംഭിച്ചു. രാജീവ് അക്കൗണ്ട്സ്, ബിസിനസ് മാനേജ്മെന്റ് സംബന്ധമായ വളരെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിഷ ഒട്ടും ഭയപ്പെടാതെ വളരെ ആത്മവിശ്വാസത്തോടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി നൽകി. അവളുടെ അറിവും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവും കണ്ട് വിക്രമിന്റെയും മറ്റ് ഇന്റർവ്യൂമാരുടെയും മുഖത്തെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. വസ്ത്രം കൊണ്ട് മാത്രം വിലയിരുത്തിയ ആ പെൺകുട്ടി തങ്ങളെക്കാൾ വലിയ അറിവുള്ളവളാണെന്ന് അവർക്ക് മനസ്സിലായി. ചില സങ്കീർണമായ ചോദ്യങ്ങൾക്ക് അവൾ നൽകിയ പ്രായോഗിക ഉദാഹരണങ്ങൾ രാജീവിനെ വളരെയധികം ആകർഷിച്ചു. കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ചില സാങ്കേതിക പിഴവുകൾ അവൾ വളരെ എളുപ്പത്തിൽ ചൂണ്ടിക്കാണിച്ചു. രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു നിഷ. നിഷയുടെ ഇന്റർവ്യൂ വിജയകരമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ആ മുറിയുടെ വാതിൽ പെട്ടെന്ന് തുറക്കപ്പെട്ടത്. കമ്പനിയിലെ ഒരു ഉയർന്ന IT ഉദ്യോഗസ്ഥൻ വളരെ ഭയത്തോടെ അകത്തേക്ക് ഓടിക്കയറി വന്നു. അയാളുടെ മുഖത്ത് വലിയൊരു ഭയം നിഴലിച്ചിരുന്നു. അയാൾ ശ്വാസം കിട്ടാതെ പറഞ്ഞു, സർ, വലിയൊരു വിപത്ത് ഉണ്ടായിരിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ മെയിൻ സെർവറിലെ എല്ലാ ഡാറ്റയും ക്രാഷ് ആയിപ്പോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിദേശ ക്ലയന്റുകളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉള്ളതാണ്. ഇത് കേട്ടതും വിക്രമിന്റെ മുഖത്തെ ചോര വറ്റിപ്പോയി. അയാൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു, നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഫയലുകൾ ഇല്ലേ? ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സർ, ബാക്കപ്പ് ഫയലുകൾ എല്ലാം തന്നെ കറപ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്നും ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. ആ മുറിയിലാകെ വലിയൊരു പരിഭ്രാന്തി പടർന്നു. ഇന്ന് ആ ഡാറ്റ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ വൻ നഷ്ടവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ അപമാനവും ഉണ്ടാകും
പോകുമായിരുന്നു. വിക്രം വേഗത്തിൽ IT റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. ആ സമയത്താണ് നിഷ വളരെ പതുക്കെ പറഞ്ഞു, സർ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ സിസ്റ്റം ഒന്ന് പരിശോധിക്കട്ടെ. അവളുടെ ഈ ചോദ്യം കേട്ടതും വിക്രം ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. അയാൾ പറഞ്ഞു, നോക്ക്, ഇത് നിന്റെ കോളേജിലെ പ്രൊജക്റ്റ് അല്ല, ഈ കമ്പനിയുടെ വലിയൊരു സെർവറാണ് ഡൗൺ ആയിരിക്കുന്നത്. നിനക്കിതിനെക്കുറിച്ച് എന്തറിയാം? എന്നാൽ നിഷ ശാന്തമായി പറഞ്ഞു, സർ, ഞാൻ മുമ്പ് ഒരു ഓഫീസിൽ പാർട്ട് ടൈം ആയി ജോലി ചെയ്തിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വിക്രം വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും രാജീവ് കൈകാട്ടി തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വിക്രം, അവളൊന്ന് നോക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തായാലും നമ്മുടെ കയ്യിൽ മറ്റ് വഴികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവർ എല്ലാവരും കൂടി വേഗത്തിൽ IT റൂമിലേക്ക് നടന്നു. അവിടെ വലിയൊരു അങ്കലാപ്പായിരുന്നു. IT ജീവനക്കാർ എല്ലാവരും വളരെ പരിഭ്രാന്തരായി സിസ്റ്റങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ കഷ്ടപ്പെടുകയായിരുന്നു. അവിടുത്തെ ചീഫ് IT എഞ്ചിനീയർ പറഞ്ഞു, സർ, ഇതൊരു വലിയ വൈറസ് ആക്രമണം ആണെന്ന് തോന്നുന്നു. ഇനി ഡാറ്റ വീണ്ടെടുക്കുക എന്നത് അസാധ്യമാണ്. രാജീവന്റെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് നിഷ പതുക്കെ മുന്നോട്ട് വന്ന് ചോദിച്ചു, സർ, എനിക്ക് മെയിൻ സിസ്റ്റം ഒന്ന് ഉപയോഗിക്കാൻ അനുവാദം തരുമോ? IT എഞ്ചിനീയർ അവളെ വളരെ പുച്ഛത്തോടെ നോക്കി. രാജീവ് പറഞ്ഞു, അവൾക്ക് അനുവാദം നൽകൂ. നിഷ പതുക്കെ ആ കസേരയിൽ വന്നിരുന്നു. അവളുടെ പൊട്ടിയ ചെരുപ്പ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ നിമിഷം ആ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ കൈകളിലായിരുന്നു. അവൾ വളരെ വേഗത്തിൽ കീബോർഡിൽ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് സിസ്റ്റം പരിശോധിക്കാൻ തുടങ്ങി. നിഷ വളരെ വേഗത്തിൽ കീബോർഡിൽ വിരലുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. അവൾ സിസ്റ്റത്തിലെ ഓരോ കോഡുകളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരുന്നു. ആ മുറിയിലാകെ വലിയൊരു നിശബ്ദതയായിരുന്നു. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ചാണ് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏതാനും മിനിറ്റുകൾ കടന്നുപോയി. പെട്ടെന്ന് നിഷ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സർ, ഇതൊരു വൈറസ് ആക്രമണം അല്ല. ഇത് കേട്ടതും ചീഫ് IT എഞ്ചിനീയർ തർക്കിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? എല്ലാ ഫയലുകളും ഇൻആക്സസിബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. വൈറസ് അല്ലാതെ മറ്റെന്താണ്? നിഷ സ്ക്രീനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്ക് സർ, ഈ ഫയലുകളൊന്നും തന്നെ ഡിലീറ്റ് ആയി പോയിട്ടില്ല. ഇത് മനഃപൂർവ്വം ആരോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. രാജീവ് അത്ഭുതത്തോടെ ചോദിച്ചു, അതിന്റെ അർത്ഥം എന്താണ് മോളെ? നിഷ കീബോർഡിൽ ചില പ്രത്യേക കമാൻഡുകൾ റൺ ചെയ്യാൻ തുടങ്ങി. അടുത്ത നിമിഷം അപ്രതീക്ഷിതമായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും സ്ക്രീനിൽ ഓരോന്നായി തിരികെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇത് കണ്ട് ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. IT എഞ്ചിനീയറുടെ കണ്ണുകൾ വികസിച്ചു. അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിഷ വളരെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, സർ, യഥാർത്ഥത്തിൽ ആരോ അറിയാതെ ഒരു റെസ്ട്രിക്റ്റഡ് സ്ക്രിപ്റ്റ് ഈ സിസ്റ്റത്തിൽ റൺ ചെയ്തതാണ്. അതുകൊണ്ട് ഡാറ്റ നഷ്ടപ്പെട്ടിരുന്നില്ല, പകരം ലോക്കായി പോയതായിരുന്നു. കുറച്ച് സെക്കൻഡുകൾക്ക് ആ മുറിയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ജീവനക്കാരൻ കൈയടിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും നിഷക്കായി വലിയ രീതിയിൽ കൈയടിച്ചു. വിക്രം മാത്രം ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ നിന്നു. താൻ രൂപം കണ്ട് തള്ളിക്കളഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇന്ന് തന്റെ കമ്പനിയെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാജീവന്റെ കണ്ണുകളിൽ വലിയൊരു അഭിമാനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് IT എഞ്ചിനീയർ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് വളരെ ഭയത്തോടെ പറഞ്ഞു, സർ, മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ഈ തെറ്റായ സ്ക്രിപ്റ്റ് റൺ ചെയ്ത ജീവനക്കാരൻ ആരാണെന്ന് ഇപ്പോൾ സിസ്റ്റത്തിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. രാജീവ് ഗൗരവത്തിൽ ചോദിച്ചു, ആരാണത്? എഞ്ചിനീയർ സ്ക്രീൻ രാജീവന്റെ നേരെ തിരിച്ചു കാണിച്ചു. സ്ക്രീനിലെ ആ ജീവനക്കാരന്റെ ID കണ്ടതും വിക്രമിന്റെ മുഖം വിളറി വെളുത്തു. കാരണം അത് വിക്രമിന്റെ സ്വന്തം സിസ്റ്റത്തിൽ നിന്നും ഉണ്ടായ പിഴവായിരുന്നു. വിക്രം ഭയത്തോടെ പറഞ്ഞു, സർ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിയതാണ്. രാജീവ് പറഞ്ഞു, വിക്രം, നിന്റെ ഈ ഒരു ചെറിയ തെറ്റുകൊണ്ട് ഈ കമ്പനി ഇന്ന് തകർന്നു പോയേനെ. ഒരു മനുഷ്യന്റെ യഥാർത്ഥ വില അയാളുടെ വസ്ത്രങ്ങളിലല്ല, അയാളുടെ കർമ്മങ്ങളിലാണെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? വിക്രം ലജ്ജയോടെ തന്റെ തല താഴ്ത്തിപ്പിടിച്ചു. വിക്രം പതുക്കെ നിഷയുടെ അരികിലേക്ക് നടന്നു ചെന്നു. ആ വലിയ ഓഫീസിലെ ജീവനക്കാരെല്ലാം ശ്വാസം അടക്കിപ്പിടിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വിക്രം വളരെ പതുക്കെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു, നിഷ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ട് നിന്നെ തെറ്റായി വിലയിരുത്തി. നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കഴിവുണ്ടാകൂവെന്ന് ഞാൻ തെറ്റായി കരുതി. എന്നാൽ യഥാർത്ഥ ടാലന്റ് രൂപം ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് ഇന്ന് നീ തെളിയിച്ചു. നിഷ വിക്രമിനെ നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, സർ, ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യന്റെ അപ്പോഴത്തെ സാഹചര്യം മാത്രമായിരിക്കാം. എന്നാൽ അതൊരിക്കലും അയാളുടെ അടയാളമോ കഴിവിന്റെ കുറവോ അല്ല. ഈ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന പല ജീവനക്കാരുടെയും കണ്ണുകൾ നിറയിപ്പിച്ചു. കാരണം രാവിലെ അവരിൽ പലരും നിഷ
നിഷയെ കളിയാക്കിയവരായിരുന്നു. രാജീവ് മുന്നോട്ട് വന്ന് എല്ലാവരോടുമായി പറഞ്ഞു, ഇന്നീ മകൾ നമ്മുടെ കമ്പനിയുടെ ഡാറ്റ മാത്രമല്ല രക്ഷിച്ചത്, മറിച്ച് നമ്മളെ എല്ലാവരുടെയും തെറ്റായ ചിന്താഗതിയെ കൂടിയാണ് തിരുത്തിയത്. എന്നിട്ട് അദ്ദേഹം HR ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു, അവൾക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററും ID കാർഡും ഉടൻ തന്നെ തയ്യാറാക്കൂ. വിക്രം ചോദിച്ചു, സർ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോലി നൽകേണ്ടത്? രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ ഇപ്പോൾ കാണിച്ച ഈ കഴിവിന് അനുയോജ്യമായ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് തന്നെ നൽകണം. ഇന്നു മുതൽ നീ ഈ കമ്പനിയുടെ ഔദ്യോഗിക ജീവനക്കാരിയാണ്. നിഷയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൾ പതുക്കെ ചോദിച്ചു, സർ, എനിക്ക് ശമ്പളം എപ്പോഴാണ് ലഭിക്കുക? രാജീവ് അത്ഭുതത്തോടെ നോക്കിയപ്പോൾ അവൾ വളരെ പരിഭ്രാന്തിയോടെ പറഞ്ഞു, സോറി സർ, അതെന്റെ അമ്മക്ക് അടിയന്തരമായി ചില മരുന്നുകൾ വാങ്ങാൻ വേണ്ടിയായിരുന്നു. രാജീവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് ഇന്നത്തെ ദിവസം തന്നെ വലിയൊരു തുക അഡ്വാൻസ് ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും. നിഷക്ക് തന്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം നിഷ കമ്പനിയുടെ ഗേറ്റിന് പുറത്തേക്ക് നടന്നു. രാവിലെ അവൾ കളിയാക്കിയ അതേ സെക്യൂരിറ്റി ഗാർഡ് ഇപ്പോൾ അവളെ വളരെ ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തു. അവളുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററും മനസ്സിൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷിതത്വവും ഉണ്ടായിരുന്നു. അവൾ വീട്ടിലെത്തിയ ഉടൻ അനിയൻ ഓടി വന്ന് ചോദിച്ചു, ചേച്ചി, ജോലി കിട്ടിയോ? അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അകത്ത് കിടക്കയിൽ കിടന്നിരുന്ന അമ്മയുടെ കയ്യിലേക്ക് അവൾ ആ ജോലിപത്രം വെച്ചു കൊടുത്തു. അമ്മ ആ കത്തു കണ്ട് കണ്ണീരോടെ അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു മോളെ, നീ ഒരിക്കലും തോറ്റു തരില്ല എന്ന്. അന്ന് രാത്രി ആ ചെറിയ വീട്ടിൽ വരും ദിനങ്ങളെ കുറിച്ചുള്ള യാതൊരുവിധ ഭയവും ഇല്ലാതെ വലിയൊരു പ്രതീക്ഷയോടെ അവർ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. ഈ ലോകത്തിൽ ആരെയും രൂപം കണ്ട് വിലയിരുത്തരുത് എന്ന് വലിയൊരു സന്ദേശത്തോടെ ഈ കഥ അവസാനിക്കുന്നു.